എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ലാസർ ചേട്ടൻ. ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ താങ്ങായത് ചേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ 33 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകായോഗ്യമായിട്ടുള്ള ഒരു ആദർശ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. പക്ഷെ അപ്പൻ്റെ പകരം ഞാൻ എൻ്റെ വീട്ടിലെന്നും കണ്ടിട്ടുള്ളത് ഈ ചേട്ടനെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടിപ്പിടുത്തമാണ്. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു അത് തന്നെയാണ്. അതിരൂപതയുടെ പ്രതിസന്ധികളിൽ, ചിതറിക്കപ്പെട്ട ചിന്തകളിൽ എന്നും ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു മാർ റാഫേൽ തട്ടിൽ പിതാവ്. വളരെ പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിനുള്ളൊരു കഴിവ് പ്രതിസന്ധികളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ അതിരൂപതയിൽ എവിടെയെങ്കിലും പ്രതിസന്ധികൾ, ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മേലധികാരിയുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്, അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് തട്ടിലച്ചനാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി അവരുടെ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെപ്പോലെ ചിന്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2007 മെത്രാപ്പൊലീത്തയായി ഞാൻ നിയമിതനായപ്പോൾ, സ്ഥാനമേറ്റെടുത്തപ്പോൾ എനിക്ക് എൻ്റെ ബലഹീനതകളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ചൊക്കെ ബോധ്യം വരികയായി. ഈ സാഹചര്യത്തിൽ അതിരൂപതയെ നയിച്ചു കൊണ്ടുപോകുന്നതിന് എനിക്ക് ശക്തനായ ഒരു സുഹൃത്തും സഹായിയും ആവശ്യമുണ്ടെന്ന് ബോധ്യമായി. അധികം താമസിയാതെ അഭിമന്യ പിതാക്കന്മാരോട് തൃശ്ശൂർ രൂപതയെ നയിക്കാൻ, തൃശ്ശൂർ പ്രവിശ്യയെ നയിക്കാൻ എനിക്ക് ശക്തനായ ഒരു സഹായിയെ ആവശ്യമുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. പിന്നീട് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദത്തോടെ മെത്രാന്മാരുടെ സിനഡിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ അഭിമന്യനായ റാഫേൽ പിതാവ് തൃശ്ശൂരിൻ്റെ സഹായമെത്രാനായി എൻ്റെ സഹായിയായി നിയമിതനായിരിക്കുന്നു. ഇതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ലഭിച്ചിരിക്കുന്ന സഹായമെത്രാൻ എല്ലാം കൊണ്ടും തികഞ്ഞ, ശക്തനായ, കഴിവുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നുള്ളതാണ്. തട്ടിലച്ചന് മുമ്പിൽ നമ്മളറിയാതെ അടിയേറെ പറഞ്ഞു പോകും. അത്രയേറെ വശ്യമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും പെരുമാറ്റവും. പണ്ട് കുണ്ടുകുളം പിതാവിൻ്റെ കൂടെ ബിഷപ്പ് സസ്ലായിരുന്ന അവസരത്തിൽ ചുറിയൂർക്കുള്ളൊരു കൊച്ചച്ഛനായിരുന്നു തട്ടിലച്ചൻ. കറുത്ത മുടിയും കറുത്ത താടിയുമുള്ള കൊച്ചച്ഛൻ. പക്ഷെ ഞാൻ തൃശ്ശൂർ വരുമ്പോൾ ഈ കൊച്ചച്ഛൻ വെളുത്ത താടിയും വെളുത്ത മുടിയുമുള്ള വെള്ളമുടി, ബാക്കി പെട്ടയായി തീർന്ന ഒരു വന്യനായ വൈദികനായിട്ട് കാണപ്പെട്ടു. കുണ്ടുകുളം പിതാവ് തൻ്റെ അടുത്ത് വരുന്ന പ്രശ്നങ്ങൾ വളരെ ലളിതമായിട്ട് പരിഹാരം കാണാറുണ്ട്. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തട്ടിലച്ചനുണ്ട് എന്ന് പിതാവിന് ബോധ്യമായി. അങ്ങനെ പിതാവ് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് തട്ടിലച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പക്ഷക്കാരനായ പിതാവ് പാവങ്ങളുടെ പക്ഷം ചേരുമ്പോൾ തൻ്റെ ജീവിത വഴികളിൽ തൻ്റെ സങ്കടങ്ങൾ തനിക്ക് ഊർജമായെന്ന് ഏറ്റുപറയുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്താൻ പാടില്ല. സങ്കടങ്ങളും സംഘർഷങ്ങളും നിന്നെ ഒരിക്കലും തളർത്താൻ പാടില്ല. അതൊക്കെ വളർച്ചയുടെ വളക്കൂറുള്ള മണ്ണാക്കി നീ മാറ്റണം. ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്ന മുളയം മേരിമാത മേജർ സെമിനാരി പൂർത്തീകരണത്തിന് പിതാവ് ചെയ്ത ദൈവീക സേവനം ഇന്ന് അനേക പുരോഹിതരെ വാർത്തെടുക്കുന്നതിന് അനുഗ്രഹമായി. മേരിമാത മേജർ സെമിനാരി ആരംഭിച്ചപ്പോൾ എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, നല്ല ഇടയന്മാരെ വാർത്തെടുക്കണം. പക്ഷേ ഇതിനോടൊപ്പം എൻ്റെ മനസ്സിൽ മറ്റു ചില ആശയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. മേരിമാത മേജർ സെമിനാരിയിലൂടെ കടന്നു വരുന്നവർ മനുഷ്യത്വമുള്ളവരായിരിക്കണം, സ്വർഗത്തിലുള്ള പിതാവിനെ പോലെ കാരുണ്യം കാണിക്കുന്നവരായിരിക്കണം. ഞാൻ നിന്നെ വിധിക്കുന്നില്ലെന്ന് പറഞ്ഞ യേശുവിനെ പോലെ മറ്റുള്ളവർ വിധിക്കാത്തവരായിരിക്കണം. മറ്റുള്ള പ്രശ്നങ്ങളിൽ സഹാനുഭൂതിയോടുകൂടി, എമ്പതിയോടുകൂടി
ഇടപെടുന്നവരായിരിക്കണം. ശകാരം, താക്കീത്, ശാപം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ വചനങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഞാൻ വിചാരിച്ചു, ഒരു നല്ല ഗുരുവിനെ കൊടുക്കുക, എന്നിട്ട് വൈദിക വിദ്യാർത്ഥികൾ പറയുക, ശിഷ്യന് ഗുരുവിനെ പോലെ ആയാൽ മതി. ഈ ഒരു ആശയത്തോടു കൂടി ഞാനൊരു നല്ല ഗുരുവിനെ അന്വേഷിച്ചു. എൻ്റെ മനസ്സിൽ കിടന്ന് പരിശുദ്ധാത്മാവ് എന്നിൽ മന്ത്രിച്ചതുപോലെ എനിക്ക് തോന്നി. ഹീസ് ദ മാൻ. അദ്ദേഹമാണ് അതിനെ പറ്റിയ മനുഷ്യൻ. ആര്? തട്ടിലച്ചൻ. അത് വലിയൊരു വിജയമായിരുന്നു കർത്താവിനോട് പറഞ്ഞു. ക്രിസോലഗോസ് എന്ന് പറയുന്ന ഒരു പുണ്യവാനുണ്ട്. അദ്ദേഹത്തിന് പേര് കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വാക്കുകൾ അദ്ദേഹം പ്രസംഗിച്ചതുകൊണ്ടാണ്. അത്ര മനോഹരമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ക്രിസോലഗോസാണ് തട്ടിലച്ചൻ. ഈ ആത്മീയ സർവകലാശാലയുടെ ശില്പിയായി എന്നും ആദരിക്കപ്പെടും തട്ടിൽ പിതാവ്. ഏറെ സരസമായി എന്നാൽ വളരെ അവഗാഹത്തോടുകൂടി ബൈബിളിനെ കുറിച്ച് തട്ടിലച്ചൻ ഞങ്ങൾക്ക് നൽകിയ ക്ലാസ്സുകൾ ഇന്നും ഞങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. തൊട്ടതെല്ലാം സ്വർഗീയമാക്കുന്നവൻ എന്നർത്ഥത്തിൽ പിതാവ് അത്ഭുത പ്രവർത്തകൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ഇന്ന് ഒരു മെത്രാനായി തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മെത്രാൻ സ്ഥാനലബ്ധിയിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹത്തിൽ ഉറച്ചു നിന്ന് ചിന്തിക്കുമ്പോഴും പുഞ്ചിരിക്കുമ്പോഴും അത് ക്രിസ്തു വിജയത്തിൻ്റെ വിശുദ്ധ മുദ്രയായി മാറുന്നു. ഗുരുഭൂതർക്കും അഭിവന്യർക്കും അഭിമതനായ സൗഹൃദങ്ങളുടെ സൂക്ഷിപ്പുകാരനായ പിതാവിൻ്റെ മെത്രാഭിഷേകം വിശ്വാസലോകത്തിന് വലിയ ഉണർവ് തന്നെയാണ്. വൈദിക വർഷത്തിൽ തൃശൂർ അതിരൂപതയ്ക്ക് ദൈവം നൽകിയ ദാനമാണ് തട്ടിൽ പിതാവിൻ്റെ മെത്രാഭിഷേകമെന്ന് അതിരൂപത വൈദികർ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ വൈദിക വർഷത്തിൽ ഈശോ അതിരൂപതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് തട്ടിൽ പിതാവിനെ ഞങ്ങൾ കാണുക. ദൈവത്തിൻ്റെ ഈ പ്രതിപുരുഷന്, പരിശുദ്ധ അമ്മയുടെ ഈ പ്രിയപുത്രന് തൻ്റെ ഹൃദയത്തിൽ നിറയുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായി സദാ പുഞ്ചിരിക്കുന്ന മുഖവും മനസ്സും, അത് സ്നേഹത്തിൻ്റെ അനന്തത തിരിച്ചറിഞ്ഞ സാത്വിക ഭാവമാണ്. പിതാവിനെ എന്നും പുഞ്ചിരിച്ചാൽ കാണുന്നല്ലോ. പിതാവിനൊരു ദുഃഖമൊന്നുമില്ല എന്ന് എനിക്കതേക്കുറിച്ച് ഒറ്റ കാര്യം പറയാനുള്ളൂ. എൻ്റെ മുഖം ഞാനൊരിക്കലും കണ്ടിട്ടില്ല. അത് കണ്ണാടിയിലൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എന്നും ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം എന്നെ തമ്പുരാൻ സ്നേഹിച്ചതിലുള്ള എൻ്റെ വലിയ ആത്മാർത്ഥമായിട്ടുള്ള ആനന്ദമാണ്. എന്നെപ്പോലെ ഭാഗ്യം കിട്ടിയത് ആരാ ഉള്ളത്? ഒന്നുമില്ലാത്ത എനിക്കെല്ലാം തന്നില്ല തമ്പുരാൻ. എൻ്റെ വളർന്നു വന്ന പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയേറെ ലോട്ടറി അടിച്ചിട്ടുള്ളൊരു മനുഷ്യൻ എന്നെപ്പോലെ ആരാ ഉള്ളത്? അതുകൊണ്ട് ഞാൻ എന്നും തമ്പുരാനോട് ഒരുപാട് കടപ്പെട്ടവനാണ്. എനിക്ക് തമ്പുരാനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിരൂപത വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ പൊൻപ്രഭയിൽ ഈ വെള്ളി നക്ഷത്രം ആത്മീയ വിഹായസിൽ തിളങ്ങി നിൽക്കും. ചൈതന്യത്തിൻ്റെ എളിമയുടെ ഈ പൊൻപ്രഭയ്ക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥനാ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്